വാ. ദാ. ഇതിലും ഭേദം ഇവളെ അങ്ങ് കൊന്നൂടായിരുന്നോ? ഒരിക്കൽ ലാസറിനെ വിട്ട് ശ്രമം നടത്തിയതാ. അത് പരാജയപ്പെട്ടതുകൊണ്ടാവും പ്രകാശനെതിരെ തിരിഞ്ഞതല്ലേ? എടാ മക്കളെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും മുഖത്ത് നോക്കി അത് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഒട്ടും മടിക്കാത്തവനാ ഞാൻ. അതിനൊട്ടും ഭയക്കുന്നവനല്ല മാണിക്കോത്ത് മഹേന്ദ്രൻ. എന്തിനാ എന്റെ താലി അറുത്ത്? അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ എവിടെയെങ്കിലും പോയി ജീവിക്കില്ലായിരുന്നോ ഞങ്ങള്? മോളെ നീ എന്തൊക്കെയാ പറയുന്നേ? കൊന്നു കളഞ്ഞില്ലേ എന്റെ പ്രകാശിനെ? അച്ഛൻ കൊന്നു കളഞ്ഞു. മോളെ നീ വെറുതെ നിർമ്മല, ഈ പറയുന്നതിലൊന്നും ഒരു സത്യവുമില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. പക്ഷേ മറ്റുള്ളവരെല്ലാരും അറിഞ്ഞു. പ്രകാശിനെ ഇടിപ്പിച്ചത് നമ്മുടെ ഇവിടുത്തെ വണ്ടി കൊണ്ടാ. CCTVയില് ഇടിപ്പിച്ച വണ്ടിയുടെ ചിത്രം വ്യക്തമായി കിട്ടുകയും ചെയ്തു. അച്ഛൻ ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇവരുടെ ജീവിതം തകർത്തിട്ട് അച്ഛൻ എന്ത് നേടി? മധുരയിൽ അവർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് ഒരുക്കിയിട്ട് ഇവളെ വിളിക്കാൻ വന്നേ പ്രകാശ്. ജീവിച്ച് തുടങ്ങിയിരുന്നില്ല. അതിനു മുമ്പ് എന്തിനാണ് അച്ഛൻ അവന്റെ ജീവൻ എടുത്തത്? നിങ്ങളെയൊക്കെ എങ്ങനെയാണ് എന്റെ നിരപരാധിത്വം പറഞ്ഞു ബോധ്യപ്പെടുത്തുകയെന്ന് എനിക്കറിയില്ല. ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു മനസ്സറിവും ഇല്ലെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റൂ. തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ എങ്ങനെയാ അച്ഛന് സാധിക്കുന്നത്? എടാ നിങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട അമ്മേ. വിശ്വസിക്കരുത്. നുണകളുടെ ലോകത്താ അച്ഛൻ ജീവിക്കുന്നത്. അച്ഛൻ അറിയാതെ പ്രകാശിന്റെ മരണം നടക്കില്ല. അമ്മയും സൂക്ഷിച്ചോ. എതിർക്കുന്നവരെയും ഇഷ്ടമല്ലാത്തവരെയും അച്ഛൻ ഇല്ലാതാക്കുകയാണ്. നമ്മുടെ ഈ മുന്നിൽ നിൽക്കുന്നത് പഴയ അച്ഛനല്ല. അമ്മയ്ക്കറിയോ, അച്ഛൻ ഒരുപാട് മാറിപ്പോയമ്മേ. എന്തിനാ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ അപഹാസ്യരായി നിൽക്കുന്നത്? ചെയ്ത പാപങ്ങളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കൊത്തുന്ന് ഓർത്തില്ലല്ലേ? ക്രൂരനാണ് നിങ്ങൾ. ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവനാ. എടി നീ വെറുതെ ഇവര് പറയുന്നതും കേട്ടോ. ഇവിടുത്തെ വണ്ടിയാണ് പ്രകാശിനെ ഇടിച്ചതെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അവനെ ഞാൻ പൊക്കും. അച്ഛൻ പറഞ്ഞിട്ടാണ് അവനിത് ചെയ്തിരിക്കുന്നത്. അവനെങ്ങാണം പറഞ്ഞ ഒരു വരവ് കൂടി ഞാൻ ഇങ്ങോട്ട് വരും. മകളുടെ ജീവിതം തകർത്തിയ അച്ഛനെ കാണാൻ. അച്ഛനിതി പങ്കുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ അഴിയെണ്ണിക്കും. പ്രകാശിന്റെ ആത്മാവിനോട് എനിക്ക് അങ്ങനെങ്കിലും നീതി കാണിക്കണം. വാടി. മക്കൾക്കൊരു സങ്കടവും വരരുതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അച്ഛനമ്മമാരാ നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ നമുക്കുള്ളത് മക്കളുടെ ജീവിതം എങ്ങനെ തകർക്കാം എന്നാലോചിച്ച് നടക്കുന്ന ഒരു അച്ഛനാ. മക്കളുടെ ജീവിതമല്ല, വാശിയാണ് വലുതെന്ന് കരുതി ജീവിക്കുന്നവരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട.